ഹലോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് iOS-ൽ CapCut ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, അതെങ്ങനെ യൂസ് ചെയ്യുക എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. ഇതിൽ നിങ്ങൾക്ക് എല്ലാ ഫീൽഡിനും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ CapCutന്റെ പ്രോ വെർഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും, ചില ട്രിക്കൊക്കെ യൂസ് ചെയ്തിട്ട്. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണിലുള്ള ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇപ്പം നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ CapCut കാണാനായിട്ട് സാധിക്കില്ല. അവിടെ CapCut എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ VN വീഡിയോ എഡിറ്റർ ആണ് വന്നിട്ടുള്ളത്. CapCut കാണിക്കണില്ല. അതിനായിട്ട് നിങ്ങളുടെ ആപ്പ് സ്റ്റോറിലെ പ്രൊഫൈൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കൺട്രി എന്ന് കാണിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ഇന്ത്യ എന്നായിരിക്കും വന്നിട്ടുണ്ടാവുക. അത് മാറ്റിയിട്ട് നമ്മളിവിടെ ജർമ്മനി കൊടുക്കണം. ജർമ്മനി കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ ചുമ്മാ ജർമ്മനി എന്ന് കൊടുക്കുക. ഇവിടെയും ജർമ്മനി എന്ന് കൊടുക്കുക. ഇവിടെ പിൻകോഡ് വന്നിട്ട് നമുക്കറിയില്ല. അപ്പോൾ പിൻകോഡ് വന്നിട്ട് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു പിൻകോഡ് ഇവിടുന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ പിൻകോഡ് എന്നുള്ള ഓപ്ഷനിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ നമ്പറായിട്ട് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ കൺട്രി ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്ന് റീഫ്രഷ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം വീണ്ടും ആപ്പ് സ്റ്റോറിൽ കയറിയിട്ട് നിങ്ങൾ CapCut എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ CapCut ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ ഇവിടെ CapCut ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ CapCut കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് ടർബോ VPN എന്നുള്ള ഒരു VPN ആവശ്യമുണ്ട്. ആപ്പ് സ്റ്റോറിൽ കയറിയിട്ട് ടർബോ VPN എന്ന് സെർച്ച് ചെയ്യുക. ഈ കാണുന്ന VPN നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ടർബോ VPN ഇപ്പോൾ ഇൻസ്റ്റാൾ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അഗ്രി ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇവിടെ VPN കണക്ട് ആയിട്ടുണ്ട്. കണക്ട് ആയതിന്റെ ശേഷം നിങ്ങൾ CapCut ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണോ അല്ലെങ്കിൽ ഏത് വീഡിയോ ആണോ നിങ്ങൾ എഡിറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ CapCutലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു ഫോട്ടോ ആണ് CapCutലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, കാരണം ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാനായിട്ട്. ഇനി ഇതിൽ നിങ്ങൾ എഫക്റ്റിൽ ചെന്നിട്ട് വീഡിയോ എഫക്റ്റിൽ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് എഫക്റ്റ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാ ഫിൽറ്റേഴ്സും നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് സേവ് ചെയ്യണമെങ്കിൽ ഇവിടെ എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് സേവ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ ഇത്ര സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് CapCut നിങ്ങളുടെ iOS ഫോണിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും.